ഞാൻ അവിടെ ചവറെല്ലാം തൂത്ത് കൂട്ടി ആ ബക്കറ്റിനകത്താക്കിയതാണ്. കവറുകളെല്ലാം ആ ബക്കറ്റിൻ്റെ അകത്താക്കി. അപ്പോൾ ഈ കാക്ക ആ ബക്കറ്റിൽ ഇരുന്ന് ഇവിടെ ട്യൂഷൻ പഠിക്കാൻ വന്ന ഏതോ കുട്ടികൾ കൊണ്ടുവന്ന സ്നാക്സിൻ്റെ കവറാണ്. അതെടുത്ത് ഈ കാക്ക ഞാൻ തൂത്തിട്ട സ്ഥലത്ത് കാണിക്കുന്ന വേലകൾ. ഇവിടെ കുറേ കാക്കകൾ ആ തെങ്ങിൽ കൂട് വെച്ചിട്ടുണ്ട്. തെങ്ങിലും തൊട്ടപ്പുറത്തെ വീട്ടിലെ മരത്തിലും ഒക്കെ ആയിട്ട് ഒരുപാട് കാക്കകൾ കൂട് വെച്ചിട്ടുണ്ട്. കാര്യം ഇവിടെ സ്ഥിരമായിട്ട് ഇവിടെ നിന്ന് ആഹാരം കൊടുക്കുന്നതുകൊണ്ടായിരിക്കും അവരിവിടെ തന്നെയാണ്. കാര്യം വൈകിട്ട് ട്യൂഷന് കുട്ടികൾ വരുമ്പോൾ അവർ സ്നാക്സൊക്കെ കൊണ്ടുവന്ന് കഴിക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്നും പങ്ക് കിട്ടും. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ആകുമ്പോൾ ഞാനും ഫുഡ് കൊടുക്കും. അതുകൊണ്ട് ഒരു കാക്ക ഫാമിലി തന്നെ ഇവിടെ ഉണ്ട്. പക്ഷെ ഒരു കണക്കിന് അത് നല്ലതുമാണ് കേട്ടോ. അല്ല, ഇഴജന്തുക്കൾ പോയി കഴിഞ്ഞാൽ അവർ ബഹളം ഉണ്ടാക്കും. പിന്നെ എൻ്റെ വീട്ടിൻ്റെ മുകളിലെ സിറ്റ് ഔട്ടിൽ ഒരു മൈന ഫാമിലി ഉണ്ടായിരുന്നു. മൈനയുടെ കുഞ്ഞുങ്ങൾ, അവരുടെ കുഞ്ഞുങ്ങൾ, അങ്ങനെ ഒരുപാട് തലമുറയായിട്ടുണ്ട്. അപ്പോൾ അവർ ഒരു 2-3 പാമ്പുകളെ പിടിച്ചെന്ന മൈനകളാണ് കേട്ടോ. കാര്യം ഈ പാമ്പ് ഇങ്ങനെ ഈ വഴിയിൽ നിന്ന് ഇങ്ങോട്ട് കയറുമ്പോൾ ആ മൈനകൾ ഇങ്ങനെ ഒരു വല്ലാത്തൊരു സൗണ്ട് ഉണ്ടാക്കും. സാധാ വിളിക്കും പോലെയല്ല, വേറെ ഒരു സൗണ്ട് ഉണ്ടാക്കും. സൗണ്ട് ഉണ്ടാക്കിയിട്ട് വിളിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ. അപ്പം നമുക്കറിയാം എന്തോ ഒരു സാധനം വന്നു. ഒന്നുകിൽ പൂച്ചയെ കണ്ടാൽ അവരങ്ങനെ സൗണ്ട് ഉണ്ടാക്കും. അല്ലെങ്കിൽ ഇടയ്ക്കൊരു കുരങ്ങനെ കണ്ടപ്പോൾ ഇതുപോലെ സൗണ്ട് ഉണ്ടാക്കി. അങ്ങനെ സൗണ്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെളിയിലിറങ്ങി. അങ്ങനെ ഞാൻ 2 ദിവസവും വെളിയിലിറങ്ങി നോക്കിയപ്പം വഴിയിൽ നിന്ന് നമ്മളെ ഇത് വഴിയാണേ. അപ്പോൾ വഴിയിൽ നിന്ന് നമ്മളെ വീട്ടിലോട്ട് കയറാനായിട്ട് പോയ ഒരു പാമ്പിനെ ഇരുന്ന് ഇവർ കൊത്തി നിർത്തിയിട്ടാണ് ഇടന്ന് വിളിക്കുന്നത്. അങ്ങനെ പിന്നെ ആൾക്കാരൊക്കെ വന്നു ആ പാമ്പിനെ കൊന്നു. കാര്യം മൂർഖനായിരുന്നു, കുഞ്ഞു മൂർഖൻ പാമ്പായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഇതുണ്ട്. വേറെ എന്ന് വെച്ചാൽ അങ്ങനെ ഈ കാക്കയും മൈനയൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ട് വല്ല ഇഴജന്തുക്കളും വന്നാൽ നമുക്ക് അറിയാൻ പറ്റും. ഇങ്ങനെ ഒരു സൗണ്ട് ഉണ്ടാക്കി അവർ നമ്മളെ വിളിക്കും. പിന്നെ വേറൊരു പ്രശ്നമെന്ന് വെച്ചാൽ ഇതുപോലെ ക്ലീൻ ചെയ്ത് ബക്കറ്റിൽ കൂട്ടി വെച്ചിരിക്കുന്നതെല്ലാം നുള്ളി പറക്കി വീണ്ടും താഴെ ഇടും. അവർക്കും ബേക്കറി സാധനം തിന്നാൻ കൊതി കാണുമായിരിക്കും, അതുകൊണ്ടായിരിക്കും. അവരും ജീവികളല്ല. കണ്ട ഇതെല്ലാം കഴിച്ചിട്ട് ആളിതാ വിശ്രമം എന്ന് പറഞ്ഞപ്പോഴേക്കും അങ്ങ് പോയി. ഇത് അടുത്ത ആളാ മതിലിരിപ്പുണ്ട്. അടുത്ത ആളാ മതിലിരിപ്പുണ്ട്. അങ്ങനെ കഴിക്കാനുള്ളതെല്ലാം കവറിൽ നിന്ന് കഴിച്ചു. കാക്ക പറന്നുപോയി. അടുത്ത ആളിങ്ങനെ ഇരിക്കുകയാണ്. ഈ കാക്കയുടെ കൂട്ടം ഇന്നിപ്പോൾ ക്ലാസ്സില്ല. സാധാരണ തിങ്കൾ മുതൽ ശനി വരെ വൈകിട്ട് ഒരു 3:30 കഴിഞ്ഞ് 4 മണിയൊക്കെ ആകുമ്പോൾ സ്കൂളിൽ നിന്ന് കുട്ടികൾ വരും. അപ്പോൾ ആ സമയത്ത് കുട്ടികൾ ഇവിടെ ഇരുന്ന് സ്നാക്സ് കഴിക്കും. സ്നാക്സ് കഴിക്കുമ്പോൾ കുട്ടികൾ വരുന്ന കണക്ക് തന്നെയാണ് കുട്ടികൾ ട്യൂഷന് വരുന്ന കണക്കാണ് കാക്കകളും ആ സമയമാകുമ്പോൾ വരണത്. ഇങ്ങനെ മതിലിൽ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ നിരന്നിരിക്കും. എന്നിട്ട് ഓരോ കുട്ടികളും സ്നാക്സ്, ബിസ്ക്കറ്റ്, കേക്ക് അങ്ങനെയൊക്കെയാണല്ലോ കൊണ്ടുവരും. അവരിങ്ങനെ കൊടുക്കും. ഇവർ കഴിച്ച് അവർ ആ ഇത് കൊണ്ടുവന്ന ഇതുണ്ടല്ലോ, സ്നാക്സ് പൊതിഞ്ഞുകൊണ്ട് വന്നത്, അത് ആ ബക്കറ്റിൽ കൊണ്ട് ഇട്ട് ആ ബക്കറ്റും കൂടെ നോക്കിയിട്ടേ കാക്കകൾ ഇവിടെ നിന്ന് പോകും. കാക്കകൾ ഇവിടെ നിന്ന് പോകുന്നതല്ല, ഇവിടെ അടുത്തുള്ള തെങ്ങിലും മരത്തിലും ഒക്കെ തന്നെയാണ് അവർ താമസിക്കുന്നത്. പിന്നെ വെളുപ്പിന് ഒരു 3:30-4 മണിയാകുമ്പോൾ, 3:30 ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ സാധാരണ പണ്ട് ആൾക്കാർ പൂവൻകോഴിയുടെ സൗണ്ട് കേട്ടായിരിക്കും ഉണരുന്നത്. പക്ഷേ എനിക്ക് അറിയാം, ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ ഈ തെങ്ങിലൊക്കെ ഇരുന്ന് കാക്കകളും ഇങ്ങനെ കിടന്ന് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പം അറിയാം 4 മണിയായി എന്ന് അറിയാം. അപ്പോൾ ഇന്നത്തെ കാക്ക വിശേഷം ഇത്രയേ ഉള്ളൂ. വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ആ കാക്ക അങ്ങനെ ഈ കവറിൽ ആ കവർ. ഇതെനിക്ക് തോന്നുന്നു ഇന്നലെ ഇവിടെ ഒരു കുട്ടി മറ്റേ ദിൽഖുഷ് ഉണ്ടല്ലോ, ദിൽഖുഷ് കൊണ്ടുവന്നതാണ്. അതിൻ്റെ കവറാണ്. അപ്പോൾ ഞാൻ അവിടെ ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്നാക്സ് കഴിക്കുന്ന കുട്ടികൾ അവർ കഴിച്ചതിൻ്റെ കവറെല്ലാം അതിൻ്റെ അകത്തിടാം. അപ്പോൾ നമുക്കത് ഹരിതസേനക്കാർ വരുമ്പോൾ ആ കവറുകളെല്ലാം എടുത്ത് ഞാൻ അവർക്ക് കൊടുക്കും. പിന്നെ അല്ലാതെ പേപ്പറെല്ലാം ഞാൻ അവിടെ കൂട്ടിയിട്ട് മാറ്റിയിട്ട് കത്തിക്കും. അപ്പോൾ ഇന്നത്തെ കാക്ക വിശേഷം അത്രയേ ഉള്ളൂ.
അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുകൊണ്ട. എനിക്കങ്ങനെ പ്രത്യേകിച്ച് കണ്ടൻറ്റുകളൊന്നുമില്ല. എൻ്റെ മനസ്സിൽ തോന്നുന്ന കുഞ്ഞു കുഞ്ഞു മാറ്ററുകൾ ഒരു വ്ളോഗായിട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത്. ഒരു ലൈക്കെങ്കിലും ചെയ്യണം കേട്ടോ. പിന്നെ ഒരു കമൻ്റെങ്കിലും ഇടണം. കാര്യം നിങ്ങളുടെ ലൈക്കും കമൻറ്റും കാണുമ്പോൾ പുതിയ പുതിയ വീഡിയോകൾ ചെയ്യാൻ നമുക്കൊരു എനർജി കിട്ടും, ഒരു താല്പര്യം തോന്നും. അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി എനിക്ക് കല്യാണത്തിന് പോകണം, ഒരു റിലേറ്റീവിൻ്റെ കല്യാണമുണ്ട്. അപ്പോൾ അതിന് വേണ്ടി റെഡി ആവണം. അപ്പം ശരി, പുതിയൊരു വ്ളോഗുമായിട്ട് പിന്നെ വരാം. ഓക്കെ, ബൈ ബൈ.